ക്യാൻസൽ ചെയ്യപ്പെടേണ്ട പടമാണ്. അവന്റെ പേര് ക്യാൻസൽ ചെയ്യപ്പെടേണ്ടതാണ്. അവന്റെ നെറ്റിയിൽ ചാപ്പ കുത്തിയിട്ടുണ്ട് റേപ്പിസ്റ്റ് എന്ന്. സംവിധായകനാണ്. അവന്റെ പേര് ഞാൻ ഒച്ചത്തിൽ വിളിച്ചു പറയും. നമസ്കാരം. പലതരം അതിജീവിതന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് നമ്മുടെ സമൂഹം. പക്ഷെ ഇപ്പോൾ ഒരു അതിജീവിത പ്രതികരിച്ചിരിക്കുന്നു. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം അവർ പ്രതികരിക്കുകയാണ്. അവർ പറയുകയാണ്, തനിക്ക് നേരെ ഒരു സംവിധായകൻ കൃത്യമായ രീതിയിൽ തന്നെ വളരെ മോശമായി ഇടപെട്ടു. താൻ മാനസികമായി വളരെ തളർന്നുപോയി. ആ സംവിധായകൻ ആരെന്നും അയാൾ ചെയ്തത് എന്തെന്നും പച്ചയ്ക്ക് പറയുന്നു ഈ അതിജീവിത. ആ നടി പച്ചയ്ക്ക് പറയുന്നു. പിന്നീട് അയാൾ മാനസികമായി തളർന്നിരുന്ന തന്നെ പല രീതിയിൽ തന്നെ പിന്നെയും മാനസികമായി തളർത്തുകയും തൻ്റെ കരിയർ തന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഇപ്പോൾ ഈ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നെങ്കിൽ അത് പലർക്കും അത് തുറന്നു പറയാനുള്ള അവസരമാകും. ഇത്തരത്തിലുള്ളവർ ഇവന്റെ മുഖത്ത്, ആ സംവിധായകന്റെ നെറ്റിയിൽ ചാപ്പ കുത്തുന്നുണ്ട്. അവന്റെ ചാപ്പ ഒരിക്കലും മായില്ല. അവനൊരു റേപ്പിസ്റ്റ് ആണെന്ന് സമൂഹം അവനെ ചാപ്പ കുത്തി കഴിഞ്ഞിട്ടുണ്ട്. അവന്റെ പേരു വിവരങ്ങളടക്കം അതിജീവിത വെളിപ്പെടുത്തുകയാണ്. അവരുടെ ആ വെളിപ്പെടുത്തലിലേക്ക് അതുകൂടി ചേർക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. വളരെ എളുപ്പമാണ് ഇവർക്ക്. ഞാൻ പറയുന്നില്ല, ആദ്യത്തെ സിനിമ ചെയ്യുന്ന ഒരാൾക്ക് പോലും ഇത്ര പവർ കിട്ടുന്നുണ്ടെങ്കിൽ അവർക്ക് ആരെയും സ്ത്രീകളെ കണ്ടെത്താൻ പറ്റും. കണ്ടെത്തി അവർക്ക് റേപ്പ് ചെയ്യാൻ പറ്റും. റേപ്പ് ചെയ്യാൻ ഇടങ്ങളുണ്ട്. ഇവരുടെ പ്രീ പ്രൊഡക്ഷൻസ്, പോസ്റ്റ് പ്രൊഡക്ഷൻസ് നടക്കുന്ന ഇടങ്ങളിലൊക്കെ റേപ്പാണ് നടക്കുന്നത്. എന്റെ സുഹൃത്തുമല്ല, ഞാൻ ഇയാളുടെ സിനിമ അസിസ്റ്റ് ചെയ്തിട്ടുമില്ല. എന്റെ ട്രോമയുടെ അവസാന ഘട്ടത്തില് ഞാൻ ട്രോമയിൽ ഇരുന്ന് പുറത്ത് വരാതിരുന്ന കാലഘട്ടങ്ങളിൽ എന്നെ ഇമോഷണലി ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന ഘട്ടങ്ങളിൽ പൈസ, പല രീതിയിൽ പണം എന്റെ ബാങ്കിലേക്ക് എത്തിക്കാമെന്നുള്ള രീതിയിൽ. പക്ഷേ അവിടെയൊക്കെ ഞാൻ എന്റെ ബോധം കൊണ്ട് പിടിച്ചു നിന്നു. എനിക്കറിയാമായിരുന്നു സംവിധായകനാണ്. അവന്റെ പേര് ഞാൻ ഒച്ചത്തിൽ വിളിച്ചു പറയും. അവന്റെ പേര് ലിജു കൃഷ്ണ എന്നാണ്. അവൻ ചെയ്ത സിനിമയുടെ പേര് പടവെട്ട് എന്നാണ്. അത് ക്യാൻസൽ ചെയ്യപ്പെടേണ്ട പടമാണ്. അവന്റെ പേര് ക്യാൻസൽ ചെയ്യപ്പെടേണ്ടതാണ്. അവന്റെ നെറ്റിയിൽ ചാപ്പ കുത്തിയിട്ടുണ്ട് റേപ്പിസ്റ്റ് എന്ന്. അവൻ മരിക്കുന്നവരെ വരെയും റേപ്പിസ്റ്റായി മാത്രമേ അവശേഷിക്കത്തുള്ളൂ. ഇന്ന് ഞാൻ ഈ ശബ്ദം ഉയർത്താൻ കാരണം, ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നപ്പോ പലരും ചോദിക്കുന്നുണ്ടല്ലോ, സർവൈവേഴ്സ് എന്തുകൊണ്ട് പുറത്തു വന്ന് ശബ്ദിക്കുന്നില്ല എന്നുള്ളത്. ഈ ശബ്ദം ഞാൻ എടുത്ത ശേഷം ഞാൻ ഈ കട്ടിലയിൽ കിടന്നു പോകും. അത്ര പോലും നിവർന്നു നിൽക്കാൻ എനിക്ക് ഇനിയും ആരോഗ്യമായിട്ടില്ല. മാത്രമാണ് ഞാൻ പുറം ലോകം കാണുന്നു എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ മാത്രമാണ്. ഇപ്പോഴും എനിക്ക് ചുറ്റും കുറച്ചു പേര് രാവും പകലും ഉറങ്ങാതെ കാവലിരിക്കുകയാണ്. അപ്പൊ